നല്ല അസഭ്യം തന്നെ നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ട്രംപ് അകപ്പെട്ടിരിക്കുന്നത്, അതായത് അമേരിക്കയോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന് സൈനിക ശക്തിയിലോ സാമ്പത്തിക ശക്തിയിലോ വളരെ വളരെ തുലോം കുറവായിട്ടുള്ള ഒരു നിസ്സാര ശക്തിയാണ്. അമേരിക്ക എന്ന സൂപ്പർ പവർ ലോകത്തെ മറ്റേത് രാജ്യങ്ങളെക്കാളും ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കക്ക് ഇറാനെ പോലുള്ള രാഷ്ട്രത്തെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതേസമയം തന്നെ ഇസ്രായേൽ എന്ന സഖ്യകക്ഷിയെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇറാനെ സൈനികമായി പരാജയപ്പെടുത്താൻ മുട്ടുകുത്തിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇസ്രായേലിനെ പോലുള്ള നെതന്യാഹു കാർമ്മികത്വം നൽകുന്ന ആ സർക്കാരിനെ നിയന്ത്രിക്കാനോ അതിനെ വരുതിയിൽ നിർത്താനോ ട്രംപിന് പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്, വിയറ്റ്നാം യുദ്ധകാലത്ത് 1963 മുതൽ 69 വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ലിൻഡൻ ബി ജോൺസൺ 1965 അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്ന ലേഡി ബേർഡ് ജോൺസണോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ യുദ്ധമധ്യേ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ചതുപ്പിൽ അമേരിക്ക പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ലിൻഡൻ ബി ജോൺസൺ തൻ്റെ പങ്കാളിയോട് പറയുകയാണ്, എൻ്റെ മുമ്പിൽ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നുകിൽ അത്യാഹിത പട്ടിക, കൊല്ലപ്പെടുന്നവരുടെ പട്ടിക നീണ്ടു പോകും, നെടുങ്കൻ പട്ടികയായി മാറും. അല്ലെങ്കിൽ മാനം കെട്ട് അഭിമാന ഭംഗത്തോടെ ഇതിൽ നിന്ന് പിന്മാറേണ്ടി വരും. തുടർന്ന് ലിൻഡൻ ബി ജോൺസൺ പറയുന്നു, താനൊരു വിമാനത്തിൽ എയ്റോപ്ലെയിനിൽ പെട്ടുപോയ പോലെയാണ്. ആ എയ്റോപ്ലെയിനിന് 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിലത്ത് ഇടിച്ചിറക്കുക, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് ചാടേണ്ടി വരും, പക്ഷേ പാരച്യൂട്ടില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ധർമ്മസങ്കടത്തിൽ ട്രംപ് അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ, ഇപ്പോൾ 2025 ജൂൺ യുദ്ധമല്ല, ഈ 2026 ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ ആവശ്യപ്പെട്ടത് വളരെ സ്വീപ്പിംഗ് ആയിട്ടുള്ള വലിയ ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന് റെജിം ചേഞ്ച്, ഭരണമാറ്റം, അത് നടന്നില്ല. 2 മിസൈൽ ആൻഡ് ന്യൂക്ലിയർ പ്രോഗ്രാംസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇല്ലാതാക്കൽ, അത് നടന്നില്ല. അതുപോലെ തന്നെ നോൺ സ്റ്റേറ്റ് അലീസ്, ഈ ഹമാസ്, ഹെസ്ബുല്ല, അതുപോലെ ഹൂത്തീസ്, അവർക്കുള്ള പിന്തുണ വിച്ഛേദം അല്ലെങ്കിൽ ബന്ധവിച്ഛേദം, അത് നടന്നില്ല. ഇപ്പോൾ ചുരുങ്ങി അവസാനം ഈ ആണവ കാര്യത്തിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആണവ കാര്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ബരാക് ഒബാമ 2013 മുതൽ ചർച്ച നടത്തുകയും ഈ P5+1 രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ഇവരൊക്കെ കൂടി, ബ്രിട്ടൻ, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി, ഇവരൊക്കെ കൂടി 2015 ഒരു കരാറിലെത്തിയപ്പോൾ ഇപ്പോൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 440 കിലോഗ്രാം ഉണ്ടെന്ന് പറയുന്നു. അത് 2015 കരാറിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം 3.67% സമ്പുഷ്ടീകരിച്ച അവസ്ഥയിലേക്ക് താഴ്ത്താമെന്ന് സമ്മതിച്ചതും, അത്തരം സമ്പുഷ്ടീകരിച്ച യുറേനിയം സിവിലിയൻ ആണവ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അന്ന് തന്നെ അണുബോംബ് അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ, അതിനു വേണ്ട സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടാക്കി ഏതാണ്ട് 10-15 കൊല്ലത്തേക്ക് ആ യത്നത്തിൽ തങ്ങൾ ഏർപ്പെടില്ലെന്ന് ഇറാൻ സമ്മതിച്ചതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ ട്രംപിന് യുദ്ധം കൊണ്ടൊന്നും നേടിയില്ല, ഈ ഡിപ്ലോമസി കൊണ്ട്. ഇപ്പം സ്റ്റാർട്ട് എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ ഈ കുവൈത്തിനെ ഇപ്പോൾ ആക്രമിച്ചു, ബഹ്റിനെ ആക്രമിച്ചു. അപ്പോൾ ഇത് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ കൊയേഷൻ, ത്രികോണ ബലപ്രയോഗം എന്ന് വെച്ചാൽ പേർഷ്യൻ ഗൾഫിൽ ഉടനീളമുള്ള അമേരിക്കൻ ബേസസിനെ ഇറാൻ ആക്രമിച്ചു. അപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചതിനേക്കാൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഓരോ അമേരിക്കൻ ബേസിലും ഉണ്ടായതെന്ന് ഈയിടെയാണ് വാർത്തകൾ അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വരാൻ തുടങ്ങിയത്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സുരക്ഷാ കുടയിലുള്ള GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ, അതുപോലെ ഈ 6 രാജ്യങ്ങൾ, ഈ GCC രാജ്യങ്ങൾക്ക്
ഏതാണ്ട് 4 പതിറ്റാണ്ടിലധികം നൽകുന്ന സുരക്ഷാ കുടക്ക് യാതൊരു തരത്തിലുള്ള ഭദ്രതയും വിശ്വാസ്യതയും ഇല്ലെന്ന് തുടരെ ഉത്തരോത്തരം ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ത്രികോണ കോയേഷൻ ബലപ്രയോഗത്തിലെ രണ്ടാമത്തെ ഇത്. മൂന്നാമത്തത് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കാത്തത് സ്ട്രേറ്റ് ഓഫ് ഹോമൂസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രണത്തിലാക്കി. അവിടെ അമേരിക്ക പെട്ടു. അപ്പോൾ ഈ 3 തരത്തിലുള്ള ത്രികോണ ബലപ്രയോഗത്തിലൂടെ അമേരിക്കയെ വലിയ തോതിലുള്ള ധർമ്മസങ്കടത്തിലാഴ്ത്തിയ ഒരു കൊച്ചു വിയറ്റ്നാം. ഇപ്പോൾ ഗാർഡിയൻ പത്രത്തിൽ 2-3 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു എഡിറ്റോറിയൽ ലേഖനം അത് ഒരു വിയറ്റ്നാമിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങളൊക്കെ ചുരുങ്ങി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു ഇറാനെ ആണവായുധ വിമുക്തമാക്കുക, അല്ലെങ്കിൽ ആണവായുധാർജന ശേഷിയിൽ നിന്ന് പരിപൂർണമായി പിന്തിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അമേരിക്കയുടെ മിസ്കാൽക്കുലേഷൻ, ഈ യുദ്ധത്തെ പറ്റിയുള്ള ബാഡ് പ്ലാനിങ്, അമേരിക്ക വിചാരിച്ചത് ഇറാൻ്റെ പരമോന്നത നേതാവിനെ വധിച്ചാൽ ഇറാൻ ഭരണകൂടം അപ്പാടെ അടപടലം വീഴും എന്നായിരുന്നു. അത് സംഭവിച്ചില്ല. അതേസമയം സദ്ദാം ഹുസൈൻ്റെ കാര്യം വേറെയാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനായിരുന്നു ഭരണസ്തംഭം, മൂലസ്തംഭം. അപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ആ കാര്യം കഴിഞ്ഞതോടെ ഇറാഖി സൈന്യം ഛിന്ന ഭിന്നമായി. പക്ഷേ ഇറാനിൽ അത് സംഭവിച്ചില്ല. ഇറാനിൽ മറ്റ് പല കാര്യങ്ങളും സംഭവിച്ചു. തീർച്ചയായിട്ടും അതൊരു യുദ്ധത്തോടെ വലിയ തോതിൽ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. ഇറാൻ ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ യുദ്ധം നീളുകയാണ്.